ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളിൽ ചിലരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. മാർബിൾ കേക്കിൻ്റെ വീഡിയോ. കാണാൻ അത്ര മൊഞ്ചില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മാർബിൾ കേക്കാണ് കേട്ടോ. കാണാൻ മൊഞ്ചില്ലാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ബാറ്റർ കുറഞ്ഞു പോയതാണ് മെയിനായിട്ടുള്ള റീസൺ. പിന്നെ അതുപോലെ തന്നെ കൊക്കോ പൗഡർ ഡാർക്ക് കുറവുമായിരുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിച്ചാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുണ്ടാക്കിയത്. മുന്നേ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാർബിൾ കേക്കിൻ്റെ തന്നെ, പക്ഷേ അതൊന്നും ഈ ഒരു മെത്തേഡിലല്ല കേട്ടോ, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളെടുത്തിട്ട് അതിൽ അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് 1/4 കപ്പ് ആ 2 കപ്പിലെടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇനിയും ഇതിലേക്ക് കോൺഫ്ലോറും കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്തെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് ആ വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 തവണ അരിച്ചെടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിങ് കഴിഞ്ഞ ശേഷം അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയതിന് ശേഷം വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രൈ ആയിട്ടുള്ള ബൗളെടുക്കുക. എവിടെയും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഒരു തുള്ളി പോലും മുട്ടയിലായാലും കത്തിയിലായാലും ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഞാനിതിലേക്ക് 4 കോഴിമുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 40 സെക്കൻഡ് ഇതുപോലെ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് തന്നെ എടുത്തോളൂ കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, വലിയ തരികളൊക്കെ ആണെങ്കിൽ പൊടിച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ബീറ്റായി ഫ്ലഫി ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്ലഫി ആവാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ട് 5 മുതൽ 6 മിനിറ്റ് വരെയൊക്കെ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ബീറ്ററിൻ്റെ വോട്ടിനനുസരിച്ചൊക്കെ സ്പീഡിൻ്റെ അനുസരിച്ചൊക്കെ മാറ്റം വരും കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്ത ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ, സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. എല്ലാം കൂടെ ഒരുമിച്ചിടേണ്ട, കുറേശ്ശെ ഇട്ടിട്ട് സാവധാനം ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുത്, സാവധാനം ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ റെഡിയാക്കിയിട്ടുള്ള ബാറ്റർ പകുതി വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പകുതി മാറ്റിയ സമയത്ത് കറക്റ്റ് പകുതി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ഏകദേശം കറക്റ്റായിട്ട് പകുതിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ് ചേർക്കുന്നത്. വാനില സ്പോഞ്ചിൻ്റെ ആ ഒരു ബാറ്ററിലേക്കാണ് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ധൃതിയിൽ ചെയ്തെടുക്കരുത്, മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. വീഡിയോയുടെ സ്പീഡ് കണ്ടിട്ട് ഞാൻ സ്പീഡിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ സ്പീഡ് കൂട്ടി കൊടുത്തതാണ് കേട്ടോ, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ സ്പീഡ് കൂട്ടി കൊടുത്തതാണ്. അപ്പോൾ ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. ഇനി അടുത്ത ബൗളിലേക്കുള്ള ബാറ്ററിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആണ്. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൊക്കോ പൗഡർ ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ട് നല്ല ഡാർക്കും പിന്നീട് ഇട്ടത് ലൈറ്റ് കൊക്കോ പൗഡറുമാണ്. അപ്പോൾ കാണാൻ അത്ര ഭംഗിയില്ല. ഇതിലേക്കൊക്കെ നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ ഭംഗി കിട്ടുക. അപ്പോൾ അതും ഇതുപോലെ തന്നെ സാവധാനം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബാറ്റർ കുറവായതുകൊണ്ട് തന്നെ കുറച്ച് തിക്കാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല തിക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ പാല് ചേർത്ത് കൊടുത്താൽ മതി. റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിലേക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു
ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോൾഡിലേക്ക് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മോൾഡാണ് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വാനില സ്പോഞ്ചിനുള്ള ബാറ്റർ കുറച്ച് ഒഴിച്ചു, പിന്നെ അതിൻ്റെ മേലെ ചോക്ലേറ്റ് സ്പോഞ്ചിനുള്ള അങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് സീബ്ര കേക്ക് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട, ഈ രീതിയിൽ അങ്ങോട്ട് ബേക്ക് ചെയ്താൽ സീബ്ര കേക്കിൻ്റെ ആ ഒരു മെത്തേഡിൽ കേക്ക് ബേക്കായിട്ട് വരും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ മാറി നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴേക്ക് എനിക്കൊരു കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ബാറ്റർ തികഞ്ഞില്ല കേട്ടോ. അതാണ് എൻ്റെ കേക്കിൻ്റെ കുഴപ്പം പറ്റിയത്. അപ്പോൾ അതാ ഞാൻ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു, പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ടോട്ടൽ 30-35 മിനിറ്റിനുള്ളിൽ നമുക്കിത് ബേക്കായി കിട്ടും. പിന്നെ ഓരോ ഫ്ലെയിമിനനുസരിച്ച് ഡിഫറൻസ് വരാം. എന്തായാലും ഒരു 30-35 മിനിറ്റിനുള്ളിൽ തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തണുത്ത ശേഷം സൈഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ടുള്ള മാർബിൾ കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കാണാൻ മൊഞ്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി എന്നോട് റിക്വസ്റ്റ് ചെയ്തവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുക കേട്ടോ. എന്നാൽ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്